മുഹറം മാസം 1 വർഷത്തിൻ്റെ ആദ്യത്തിൽ തന്നെ 113 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതിനെ എഴുതുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വീഡിയോസ് കണ്ട് കൃത്യമായി മനസ്സിലാക്കി എഴുതിയവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ. കഴിഞ്ഞ വർഷമൊക്കെ അത് കാരണമായിട്ട് നല്ല റാഹത്തും സന്തോഷമൊക്കെ ജീവിതത്തിൽ നൽകപ്പെട്ടു എന്നുള്ളതൊക്കെ പറഞ്ഞറിയിച്ചു. അള്ളാഹു എല്ലാവർക്കും ഹൈറാത്തുകൾ നൽകട്ടെ. അപ്പോൾ ഈ വർഷവും നമ്മളത് എഴുതാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം ചില വിവരങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്നും അതിനെക്കുറിച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് എഴുതുന്നത്, അതെങ്ങനെയാണ്, എഴുതിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി ഇത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിലാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ബുക്ക് ചെയ്തിട്ടേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഇത്തരം വിഷയങ്ങൾക്കിടയിലൊക്കെ നമ്മൾ പറയുന്നത് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ വിവരങ്ങളിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ഇതെഴുതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല ഇഖ്ലാസോടു കൂടെ എഴുതണം എന്നുള്ളതാണ്. വിശ്വാസത്തോടു കൂടെ എഴുതണം എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് എഴുതേണ്ട രൂപം എന്നുള്ളത് നമുക്കറിയാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് എഴുതാൻ വേണ്ടി ഇരിക്കുമ്പോൾ വുളുവോടുകൂടെ ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. പരീക്ഷണാടിസ്ഥാനത്തിലൊന്നും എഴുതാൻ വേണ്ടി നിൽക്കരുത്. ഇത് എഴുതിയാൽ ഫലം കിട്ടുമോ, ഒന്ന് ചെയ്തു നോക്കിയാലോ, അങ്ങനെ ആ രൂപത്തിലാവരുത്. അതേപോലെ തന്നെ എഴുതുമ്പോൾ അത് നല്ല നിയ്യത്തോടു കൂടെ തന്നെ എഴുതുക. അതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അഭിമാനം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ച്, അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച്, ഒരപകടങ്ങളും ബുദ്ധിമുട്ടുകളും ആഫത്തുകളും മുസീബത്തുകളും ഇല്ലാതിരിക്കുക എന്ന നിയ്യത്തോടു കൂടെ, സംഭവിക്കാതിരിക്കണം എന്ന നിയ്യത്തോടു കൂടെയൊക്കെ നല്ല നിയ്യത്തോടു കൂടെയാണ് എഴുതേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക. ബിസ്മിയിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? ബിസ്മിയിലെ അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളുടെ എണ്ണത്തിൻ്റെ ഒരു രഹസ്യവും കൂടെയുണ്ട്. ആ എണ്ണം അങ്ങനെ ഈ നരകത്തേക്കാക്കുന്ന മലക്കുകളുടെ എണ്ണമാണെന്നും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ കാവൽ ലഭിക്കുമെന്നുള്ളതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. മുഹറം മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് വലിയ രക്ഷ നൽകിയിട്ടുണ്ട്. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സലാമത്ത് നൽകുകയൊക്കെ ചെയ്തത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് അല്ലേ? രോഗങ്ങൾ മാറിയത്, ബുദ്ധിമുട്ടുകളിൽ സലാമത്ത് നൽകിയത്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകിയത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സംഭവങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോയിൽ പറഞ്ഞാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഫത്വയും ഗസറൊന്നും ഇടാതെയാണ് എഴുതേണ്ടത്, നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇതേപോലെ ഫത്വയും ഗസറൊക്കെ ഇടാതെ എഴുതുക. അതേപോലെ തന്നെ എഴുതിയതിന് ശേഷം അത് മടക്കിയിട്ട് പോക്കറ്റിലോ പേഴ്സിലോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ്. നമ്മളൊരു നീളമുള്ള പേപ്പറിൽ പരമാവധി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് ഒരു പേപ്പറിൽ നല്ല വലുപ്പത്തിൽ എഴുതൊന്നും വേണ്ട, ചെറുതാക്കിയിട്ട് തന്നെ എഴുതുക. അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കീറി പോകുന്ന പേപ്പറിലൊന്നും എഴുതരുത്. ഒരു A4 ഷീറ്റിലൊക്കെ എഴുതുകയാണെങ്കിൽ കുറേയും കൂടെ അത് നന്നാവും. അത് കുറച്ചും കൂടെ കട്ടിയുള്ള പേപ്പറാണല്ലോ. അതേപോലെ തന്നെ അത് തുടക്കത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് എപ്പോഴും അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ കാവൽ ആ വർഷം മുഴുവനും ലഭിക്കുമെന്നുള്ളതാണ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ടൊക്കെ വലിയ സലാമത്ത് ലഭിക്കാൻ അതൊക്കെ ഒരു കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അക്ഷരങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിച്ചു. അത് അതേപോലെ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. റഹ്മാനി എന്ന് എഴുതുന്നിടത്ത് അവിടെ അലിഫിനെ എന്ത് ചെയ്യലില്ല, നമ്മൾ നീട്ടാൻ വേണ്ടിയിട്ടുള്ള അലിഫ് കൊടുക്കാറില്ല. അതേപോലെ തന്നെ വരയില്ലാത്ത നീളമുള്ള കുറച്ചിങ്ങോട്ട് നീളമുള്ള ഒരു പേപ്പറിൽ എഴുതിയാൽ കുറേ കൂടെ അത് നമുക്ക് എടുത്തു വെക്കാനും സൂക്ഷിക്കാനൊക്കെ നന്നാകും. അതേപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ
പരമാവധി ഖിബിലക്ക് മുന്നിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയവരും അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഒറ്റ ഹർഫാക്കിയിട്ടാണ് എഴുതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതണം. ഒറ്റ ഹർഫാക്കി എഴുതുമ്പോൾ അതിൻ്റെ ഒരുപാട് സിറുകളും ഹിക്മത്തുകളൊക്കെ അതിലുണ്ട്. അത് കാരണം അതൊക്കെ ലഭിക്കാൻ ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് വുളുവോടുകൂടെ പരമാവധി എഴുതുക. അക്ഷരങ്ങൾ തെറ്റിപ്പോകുമോ, അതല്ല അത് 18 പോകുന്നു, വരികൾ തെറ്റിപ്പോകുമോ, ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനൊരു 19 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. അതിന് തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല. ഒരു 10 ആയിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക. അപ്പോൾ നമുക്ക് എണ്ണാനൊരു സൗകര്യമായിരിക്കും അല്ലേ, കുറച്ചുകൂടി ഒരു വൃത്തിയൊക്കെ കിട്ടാൻ അത് കാരണമാകും. അപ്പോൾ ആ രൂപത്തിൽ എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ റഹ്മാനി എന്നുള്ളിടത്ത് പലരും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അവിടെ റഹ്മാനി എന്നുള്ളിടത്ത് അലിഫ് ഇടാതെയാണ് എഴുതേണ്ടത്. ധാരാളം ആരിഫീങ്ങളും മൗലിയാക്കളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു അമല് കൂടെയാണ് ഈ അമല്. ഇതങ്ങനെ നല്ല ഫലം ലഭിക്കണം എന്ന നിയ്യത്തോടു കൂടെ തന്നെ എഴുതാനും വേണ്ടി ശ്രമിക്കുക. 113 തവണയേക്കാൾ കൂടുതലാവാതെ എഴുതാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. അഥവാ 113 തവണയേക്കാൾ കൂടുതലായാൽ അതിൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു 33 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നമ്മൾ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. 33 തവണ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം അതിന് ലഭിക്കും. 34 തവണ ചൊല്ലിയാൽ 34ൻ്റെ ഗുണം ലഭിക്കും. പക്ഷേ 33 എന്നുള്ളതിനൊരു വലിയ ഗുണമുണ്ട്, അത് ലഭിക്കൂല. അപ്പോൾ 113 തവണ എന്നുള്ളത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 113ൻ്റെ ഗുണം ലഭിക്കണമെങ്കിൽ 113 തന്നെ ആവണം എന്നുള്ളതാണ്. ഈ അശുദ്ധിയുള്ള സമയത്ത് സ്ത്രീകൾക്കൊക്കെ ബിസ്മി എഴുതാമെന്നോ വിശുദ്ധ ഖുർആൻ എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ ആണെന്ന നിലയിൽ ബിസ്മി എഴുതാൻ ഒരിക്കലും പാടില്ല. ഖുർആനാണ് എന്നുള്ള കരുത്തോടു കൂടെ അത് ഓതാനൊന്നും പാടില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ദിക്റാണെന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് എഴുതുന്നതിന് തടസ്സമില്ല. അതൊരു അങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു വീട്ടിൽ ഇപ്പോൾ എല്ലാവരെ കൊണ്ടും ഇത് എഴുതിപ്പിക്കൽ ഒരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ, കാര്യപ്പെട്ട ഒരാൾ എഴുതിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയും ചെയ്താൽ മതി. അതേപോലെ തന്നെ വുളുവോടുകൂടി ഖിബിലക്ക് മുന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത് എഴുതേണ്ടത്. എന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അന്നത്തെ ദിവസത്തിന് ദുആക്ക് വലിയ ഇജാബത്ത് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ പറഞ്ഞ്, വുളു ചെയ്യണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, ഖിബിലക്ക് മുന്നിട്ടണം, മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തി ഓതാൻ പറ്റുന്നുണ്ടെങ്കിൽ മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തി ഓതണം, ഇഖ്ലാസോടെ എഴുതണം, നല്ല വൃത്തിയിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നോമ്പോട് കൂടെ എഴുതുകയാണെങ്കിൽ ഈ മുഹറം മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നോമ്പെടുക്കുമല്ലോ, നോമ്പോട് കൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ ഫലമുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച്, കറുത്ത മഷി ഉപയോഗിച്ച് എഴുതിയാൽ കൂടുതൽ നല്ലത്. എഴുതുന്ന സമയത്ത് പരസ്പരം സംസാരിക്കാതെ എഴുതാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അതൊക്കെ നല്ല ഖുശൂഉം നല്ല ആത്മാർത്ഥതയൊക്കെ കിട്ടാൻ കാരണമാകുന്നുള്ളതാണ്. എപ്പോഴാണോ മാസപ്പിറവി ദൃശ്യമാകുന്നത് അതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതുകയൊക്കെ ചെയ്യുക. 19 അക്ഷരങ്ങളാണ് ഇതിലുള്ളത്. ഒരുപാട് ഗുണങ്ങൾ ഇത് എഴുതിയാൽ ലഭിക്കുന്നത് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ, ഞാൻ കഴിഞ്ഞ വർഷം എഴുതി, എനിക്കൊരുപാട് ഗുണങ്ങൾ അത് കാരണമായിട്ട് ലഭിച്ചു, ഞാൻ എഴുതി വെക്കണമെന്ന് കരുതുന്നുണ്ട്. കഴിഞ്ഞ വർഷം എഴുതിയ പേപ്പർ എന്തു ചെയ്യണം? അത് സൂക്ഷിച്ചു വെക്കുക, അതിന് വലിയ ഫലം ഉണ്ടല്ലോ. ഞാൻ 2 വർഷം എഴുതി, അൽഹംദുലില്ലാ നല്ല ഫലം കിട്ടി, ഇനിയും എഴുതുന്നുണ്ട്. ഒരുപാട് ആളുകൾ പലതും എഴുതി അറിയിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. കടം വീടി കിട്ടാൻ ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. കുറേ ആളുകൾ പല വിഷയങ്ങളും നമ്മുടെ മുമ്പത്തെ വീഡിയോസിന് താഴേക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാ ദിവസവും ബിസ്മി ചൊല്ലാനും കൂടി സാധിച്ചാൽ അത് കൂടുതൽ ഫലം ലഭിക്കും. ബിസ്മിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മൾ വേറെയും ഒരുപാട് വീഡിയോസുകളിൽ അത് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുന്നത്. ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ വരാനിരിക്കുന്ന വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയൊക്കെ വർഷമാക്കിയിട്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. കഴിഞ്ഞ വർഷത്തിൽ എത്രയോ ആളുകൾ ഇവിടെ പറഞ്ഞു പോയി, മൺമറഞ്ഞു പോയി. അത്തരം മൺമറഞ്ഞു പോയവരുടെയൊക്കെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ടെ. അപകടങ്ങൾ
രോഗങ്ങളെ തൊട്ട്, ആഫത്തുകളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട ദുആ കൊണ്ട് കടപ്പെട്ടവർക്കൊക്കെ വലിയ കാവൽ നൽകട്ടെ ഇൻഷാ അള്ളാ. കഴിഞ്ഞ വർഷം എഴുതിയവരും ഈ വർഷം എഴുതാൻ ഉദ്ദേശിക്കുന്നവരും എഴുതാൻ അറിയുന്നവരും ഒക്കെ ഒന്ന് എഴുതി കമൻ്റ് അറിയിക്കുക. ഇൻഷാ അള്ളാ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നിങ്ങൾ ഇന്ന് എഴുതി അറിയിക്കുന്ന ദുആ വസിയത്തുകളൊക്കെ നമ്മുടെ മജ്ലിസിൽ വെച്ച് പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇത് ഒറ്റ ഹർഫായിട്ട് തന്നെ എഴുതണം. വുളുവോട് കൂടെ എഴുതിയാൽ കൂടുതൽ നല്ലത്. ഖിബലക്ക് മുന്നിട്ട് എഴുതുക. നല്ല ആത്മാർത്ഥതയോടുകൂടെ തന്നെ എഴുതുക. ഈ വർഷം മുഴുവനും ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ, ആഫത്തുകൾ വരാതിരിക്കാൻ നല്ല നിയ്യത്തോടു കൂടെ തന്നെ എഴുതുക. എഴുതിയത് സൂക്ഷിച്ച് വെക്കുക. എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.